കഥ കേൾക്കാം. റേഡിയോ. ഈ റേഡിയോ എന്താ വർക്ക് ചെയ്യാത്തെ? അമ്മമ്മ ഉറക്കെ ചോദിച്ചു. അമ്മമ്മയ്ക്ക് ഒരു പ്രത്യേക മണമാണ്. കഞ്ഞിപ്പശയുള്ള സാരി, നീണ്ട മുടി, പിന്നെ ഗുരുവായൂരപ്പന്റെ ഒരു വലിയ ലോക്കറ്റ്. പ്രായം 90, അടുത്ത മകരത്തിലേക്ക് 91. പക്ഷേ പ്രത്യേക വയ്യായികളൊന്നുമില്ല. ഒരർത്ഥത്തില് സ്മാർട്ട് ആൻഡ് ആക്റ്റീവ്. ഇന്ദിര ഓർത്തു. എഴുത്തിൻ്റെയും വായനയുടെയും കൂട്ടുകാരിയാണ് അമ്മമ്മ. എപ്പോഴും കൂടെ വന്നു നിൽക്കാൻ താൻ പറഞ്ഞാലും അമ്മമ്മയ്ക്ക് വീട് വിട്ടുവരാൻ ഇഷ്ടമില്ല. കുറേ മക്കള്, പേരക്കുട്ടികൾ. എന്നാലും ഒറ്റയ്ക്ക് താമസിക്കാനാണ് അമ്മമ്മയ്ക്ക് ഇഷ്ടം. കുറേ വായിക്കും. ഇപ്പോൾ എഴുതാനും വായിക്കാനും ആളുണ്ടല്ലോ. അമ്മമ്മ പഠിപ്പിച്ച ജാനകിയാണ് അമ്മമ്മയുടെ ഇപ്പോഴത്തെ കൂട്ട്. ജാനു, എനിക്ക് സുപ്രഭാതം കേൾക്കണട്ടോ നാളെ. അനൂപ് ഇന്ന് വരുമോ? വരും അമ്മമ്മ, ഞാൻ വിളിച്ചിട്ടുണ്ട്, ജാനകി മറുപടി പറഞ്ഞു. അമ്മമ്മ ഉറങ്ങിയോ? ജാനകി ആത്മകഥം പറഞ്ഞു. ഇന്ദിര മാത്രമാണ് വല്ലപ്പോഴും വീട്ടിലേക്ക് വിളിച്ചത്. അനൂപേട്ടൻ വന്നില്ല. അല്ലെങ്കിലും വരുമെന്ന് പറഞ്ഞാലും ഇവിടേക്ക് ആരും വരാറില്ലല്ലോ. വാ കിടക്കാം. ജാനകി കിടന്നു. നേരം വെളുത്തുവോ? ആരാ ഇതിൽ സുപ്രഭാതം വെച്ചേ? ജാനകി ഞെട്ടി എണീറ്റു. അമ്മമ്മ എണീറ്റുവോ? അമ്മമ്മ മറുപടി ഒന്നും പറഞ്ഞില്ല. അമ്മമ്മ ചിരിച്ചുകൊണ്ട് ഉറങ്ങുകയായിരുന്നു. ഒന്നും അറിയാതെ റേഡിയോ പാടിക്കൊണ്ടേയിരുന്നു. ഒന്നും അറിയാതെ റേഡിയോ പാടിക്കൊണ്ടേയിരുന്നു. കഥ ഇവിടെ അവസാനിക്കുന്നു. കഥ കേട്ടതിന് ഒരുപാട് നന്ദി. ജിത.